അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിലായിരുന്നു. ആ സന്ദർഭത്തിൽ കാന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു യുറദ്ദിദു ഫീ നഫ്സിഹി. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു മാറ്റമോ ഒരു കഴിവോ ഒരു ശക്തിയോ ഇല്ല. ഫഖാല ലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിന്റെ വഹി മുഖേന ഈ വിഷയം അറിയിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ തന്നെ ആ സ്വഹാബിയോട് പറഞ്ഞു, അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, ഞാൻ നിനക്ക് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട നിധിയെക്കുറിച്ച് അറിയിച്ചു തരട്ടെയോ? ഖുൽ, നീ പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവോ ശക്തിയോ ഇല്ല. ഈ വാക്യത്തിന് ശരിക്കും നേരെ അർത്ഥം അങ്ങനെ പറയാമെങ്കിലും അതിനോടൊപ്പം ഇതിന്റെ വാക്യാർത്ഥങ്ങൾ ഓരോന്നും എടുക്കുമ്പോൾ വലിയ അർത്ഥമാണ് ഇതിനുള്ളത്. ലാ ഹൗല എന്ന് പറഞ്ഞാൽ, ഹൗല് എന്നവിടെ ഉദ്ദേശം മാറ്റം അല്ലെങ്കിൽ തന്ത്രം എന്നൊക്കെയാണ് അർത്ഥം. ഹൗല് എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് മാറുക. അപ്പൊ അത് സാധ്യമേ അല്ല. പിന്നെ അറബിയിൽ ഒരു പ്രയോഗമുണ്ട്, ഈ ലാ എന്നുള്ള വാക്ക് ഇല്ല എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പം എല്ലാ അർത്ഥത്തിലും സാധാരണഗതിയിൽ ഇല്ല എന്ന് പറയുന്ന കേവലമായ അർത്ഥമല്ല ചില സ്ഥലങ്ങളിൽ വരിക. ലൻ നാഫിയത്തുൽ ജിൻസ് എന്നാണ് പറയുക. അതായത് അത് നിഷേധിക്കുമ്പോൾ അതിന്റെ ഒരു വർഗം പോലും ഇല്ല. അതായത് ഉദാഹരണത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹും ഇല്ല, എല്ലാത്തിനെയും നഫീ ചെയ്യുന്നതാണ്, ഒരു ഇലാഹും ഇല്ല എന്നതുപോലെയാണ് ലാ ഹൗല, ഒരു മാറ്റവുമില്ല, ഒരു കഴിവും ഒരു പ്രാപ്തിയുമില്ല, വലാ ഖുവത, ഒരു ശക്തിയുമില്ല, ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അതായത് ഇസ്ബാത്തുഹുമാ ലിൽ ഫലാ ഹൗല ഫീ ദഫ്ഇ ശർരി, തിന്മ തടുക്കുന്നതിന് അതിൽ നിന്നും മാറി നിൽക്കുന്നതിന് സാധ്യമേ അല്ല. വലാ ഖുവത അലാ തഹ്സീലി ഖൈരിൻ ഇല്ലാ ബില്ലാ, ഒരു നന്മ കരസ്ഥമാക്കുന്നതിനുള്ള ശക്തിയുമില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അപ്പൊ ഒരു തിന്മയിൽ നിന്ന് മാറാനും തിന്മയിൽ നിന്ന് മാറാനുള്ള കഴിവോ നന്മ ചെയ്യാനുള്ള ശക്തിയോ ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. ഇതൊരു ബോധ്യവും കൂടിയാണ്. അതായത് സൃഷ്ടി എന്ന നിലയിൽ തനിക്കുള്ള കഴിവുകേടുകളും ദുർബലതകളും മനസ്സിലാക്കുകയും എന്തെല്ലാം തനിക്കുള്ള കഴിവും ശക്തിയും പ്രാപ്തിയും ഉണ്ടോ, ഏതെല്ലാം വിഷയങ്ങൾ ചെയ്യാനുള്ള യോഗ്യതയും കഴിവും ഒക്കെയുണ്ടോ, അതെല്ലാം അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നിന്നായിരിക്കണം ഈ ദിക്ർ വരേണ്ടുന്നത്. അങ്ങനെ വരുമ്പോ മനുഷ്യൻ എന്ന നിലയിലുള്ള അഹങ്കാരം നമുക്ക് മാറിപ്പോകുന്നു. ഞാനാണ് ഇതെല്ലാം നേടിയെടുത്തത് എന്ന ചിന്ത മാറിപ്പോവാൻ. അതുകൊണ്ടാണ് ഈ ദിക്റിന് വലിയ പ്രത്യേകതയും മഹത്വവും ഉള്ളത്. അത് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു ദിക്റായി മാറിയിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയോട് പറയുന്നുണ്ട്, അക്സിർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, നിന്റെ വാക്കിൽ നിന്ന് നീ അധികരിപ്പിക്കണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വചനം, അതായത് ഇഷ്ടമുള്ള വാക്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹി ലാ ശരീക ലഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ലാ ശരീക ലഹ്, അവനൊരു പങ്കുകാരനുമില്ല. ലഹുൽ മുൽക്ക്, അവനാകുന്നു സർവാധിപത്യം. വലഹുൽ ഹംദ്, അവനാകുന്നു സർവ സ്തുതികളും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിന്റെ മേലും കഴിവുള്ളവനാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ഒരു ശക്തിയുമില്ല. ആ കഴിവും ശക്തി എന്നുള്ള പ്രയോഗത്തിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു. ലാ ഹൗല, ഒരു മാറ്റവുമില്ല, വലാ ഖുവത, ഒരു ശക്തിയുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നൊരു അവസ്ഥാന്തരം പ്രാപിക്കാനുള്ള ശേഷിയോ കഴിവോ ഒന്നും എനിക്കില്ല, ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എന്നുള്ളതാണ്. ഈ വിർദ് അല്ലെങ്കിൽ ഈ ഒരു ദിക്ർ നമുക്ക് കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതായത് ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ നമ്മൾ പറയേണ്ടുന്ന ഒരു വാക്ക് കൂടിയാണ്. ഒരു അനുഗ്രഹം ഉണ്ടായി കഴിയുമ്പോൾ അത് കാണുമ്പോൾ, അള്ളാഹു തആല ചെയ്തുന്ന ഒരു അനുഗ്രഹം കാണുമ്പോൾ നമ്മൾ ഹംദ് ചെയ്യും, ശുക്രി
ചെയ്യുന്നതിനോടൊപ്പം ഹംദ് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കും. ആ സ്തുതിക്കുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ നാവിൽ നിന്ന് വരേണ്ടുന്ന ഒരു വാക്യമാണ് എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കാരണം രണ്ടാളുകളെ കുറിച്ച് അള്ളാഹു താല പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു തോട്ടത്തിലേക്ക് കടന്നു പോയ രണ്ടാളുകൾ. അയാളുടെ തോട്ടം കണ്ടിട്ട് അയാൾ കണ്ണ് മഞ്ഞളിച്ചിരുന്നിട്ട് പറഞ്ഞു അതിന്റെ കഴിവും പ്രാപ്തി അയാളുടെ സ്വന്തം നിലകൊണ്ടാണ് അത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ സമയത്ത് അയാളുടെ കൂട്ടുകാരൻ, വിശ്വാസിയായ കൂട്ടുകാരൻ അവിശ്വാസിയായ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, വലൗല ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ്. അതായത് അയാളുടെ ആ വലിയ ആ തോട്ടം തകർന്ന് തരിപ്പണമായി പോയേക്കാം. അപ്പൊ ഇത് ഈ സംഗതി ഉണ്ടാകാതിരിക്കാൻ വലൗല ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ്, നീ ആ തോട്ടത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് നീ പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. മാഷാ അല്ലാഹ് അല്ലെ, അള്ളാഹു ഉദ്ദേശിച്ചതാണിത്. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ മാഷാ അല്ലാഹ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കൗതുകം തോന്നുന്ന, നമുക്ക് സന്തോഷം നൽകുന്ന, കണ്ണിന് കുളിർമയുണ്ടാക്കുന്ന ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ പറയും മാഷാ അല്ലാഹ്. അത് മാഷാ അല്ലാഹ് എന്നുള്ള വാക്യം കേവല വാക്യമല്ല, ഇത് പടച്ചവന്റെ മശീഅത്ത് കൊണ്ടുണ്ടായതാണ്, അള്ളാഹ് ഉദ്ദേശിച്ചതാണിത്. എന്നിട്ട് ലാ ഹൗല, എന്നിട്ട് എന്താണ് അള്ളാഹ് പറയാണ്? ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതൊരു കഴിവില്ല എന്ന് നീ പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അപ്പൊ ഏതൊരു അനുഗ്രഹങ്ങളും നമുക്ക് ലഭ്യമാകുമ്പോൾ, അത് നേടിയെടുത്തു കഴിയുമ്പോൾ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് തനിക്ക് ലഭ്യമായത് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള വാക്യങ്ങളും കടന്നു വരിക. അതേപോലെ തന്നെ നമുക്ക് കാണാം, നമുക്കൊരു അല്ലാഹു തആല നമുക്ക് ഉപജീവനം നൽകുമ്പോഴും റബ്ബിനോട് നന്ദി എന്നോണം ആ വാക്കുകൾ പറയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അകല തആമൻ സുമ്മ ഖാല, ഒരാൾ ഭക്ഷണം കഴിച്ചു എന്നിട്ട് അയാൾ പറയാണ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സർവസ്തുതിയും, അല്ലദീ അത്അമനി ഹാദ തആം, ഈ ഭക്ഷണം എന്നെ ഭക്ഷിപ്പിച്ച അല്ലാഹുവിന് സർവസ്തുതിയും, വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, അതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയുടെ ആ ഒരു ആശയമാണ് അവിടെ വരുന്നത്. വറസഖനീഹി, അവൻ എനിക്ക് ഇത് നൽകി, മിൻ ഗൈരി ഹൗലിൻ മിന്നി, എന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കഴിവോ ഒരു തന്ത്രമോ വലാ ഖുവ, ഒരു ശക്തിയോ കൂടാതെ എനിക്കിത് തന്ന ഈ അന്നം നൽകിയ റബ്ബിന് സർവസ്തുതിയും. അങ്ങനെ പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, തന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അതായത് നമുക്ക് അല്ലാഹ് തന്ന അന്നം, ഭക്ഷണം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ മനസ്സിലാക്കണം, ഏതെല്ലാം വിധേനയുള്ള കാര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ് നമ്മുടെ ഭക്ഷണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, അല്ലെ? അപ്പോ ആ ഭക്ഷണം നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ദുർബലത എടുത്തു പറഞ്ഞിട്ടാണ് പറയേണ്ടുന്നത്. അള്ളാഹുവേ എന്റെ കഴിവും പ്രാപ്തിയും കൊണ്ടല്ല, ആ ഭക്ഷണം കഴിക്കുമ്പോൾ രുചികരമായ ഭക്ഷണം നമ്മുടെ നാവിലേക്ക് വായിലേക്ക് വെച്ച് നമ്മൾ നുണഞ്ഞ് ഇറക്കുന്ന സമയത്തും ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. അപ്പോ അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവനാകെ കൊണ്ടുപോയി വിത്തുകൾ പാകാൻ സാധിക്കും. ഇനി പുതിയ ടിഷ്യൂ കൾച്ചറോ അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ബെഡിങ്ങോ എന്ത് സംഗതി ആയിരുന്നാലും ശരി, അതെല്ലാം ചെയ്യുമ്പോൾ പോലും അത് അവിടെ ചെന്ന് ഇങ്ങനെ വലിച്ചു വളർത്താൻ പറ്റില്ല. അതിന്റെ എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് തനിയെ മുളപൊട്ടി ഉയർന്നു വരുന്നതാണ്. ആ ഒരു കഴിവും പ്രാപ്തിയും അള്ളാഹുവിനെ കൊണ്ടുള്ളതാണ്. അത് നമ്മുടെ കൈകളിലേക്ക് എത്തിയും നമുക്ക് കഴിക്കാൻ പറ്റുന്നതും അള്ളാഹുവിനെ കൊണ്ടുള്ള കഴിവാണ്. ഇനി ഭക്ഷണം നമ്മുടെ കൈകൾ നമ്മുടെ കൺമുന്നിൽ വന്ന് നിന്നാൽ പോലും നമുക്കതെടുത്ത് കഴിക്കാൻ സാധിക്കണമെന്നില്ല. കൈപൊക്കി ഉയർത്തി വായിലേക്ക് വെക്കാൻ പറ്റണമെന്നില്ല. ഇനി അങ്ങനെ വെച്ചാൽ തന്നെ ചിലപ്പോൾ ഇറക്കാൻ പറ്റണമെന്നില്ല. എത്രയോ രോഗികളുണ്ട്, അല്ലെ? ഒരിറക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വാക്യം പറയാതിരിക്കാൻ സാധിക്കുക? അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദ തആം വറസഖനിഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. ഇത് നമുക്ക് പറയാൻ സാധിക്കും. അത് പറയുമ്പോൾ അള്ളാഹ് നമുക്കൊരു ഒരു നന്മയും കൂടി തരുന്നുണ്ട്. എന്താണ്? നമ്മുടെ കഴിഞ്ഞുപോയ തെറ്റുകൾ അല്ലാഹു തആല അത് മുഖേന നമുക്ക് എന്ത് ചെയ്യും? അള്ളാഹു മായ്ച്ചു തരും, അള്ളാഹു പുറത്തു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെയാണ് നമുക്കറിയാം, നമ്മൾ ബാങ്ക് വിളിക്കുമ്പോൾ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ നിശബ്ദത പാലിച്ചുകൊണ്ട് എന്ത് ചെയ്യും? മുഅദ്ദിൻ പറയുന്ന വാക്യം തിരിച്ചു പറയും, അല്ലെ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മളും അല്ലാഹു അക്ബർ എന്ന് പറയും. അതേപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹയ്യാലസ് സ്വലാ ഹയ്യാലൽ ഫലാ, അങ്ങനെയല്ല, അല്ലെ? ഹയ്യാലസ് സ്വലാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ, ഹയ്യാലൽ ഫലാ, നിങ്ങൾ വിജയത്തിലേക്ക് വരൂ എന്ന ആ ഒരു അതിനുവേണ്ടിയുള്ള ഒരു കോൾ, ഒരു വിളി വരുന്ന സമയത്ത് പറയുന്നൊരു വാക്യമുണ്ട്, ഞാൻ വരാം,
അല്ലെ, ഞാൻ റെഡി എന്ന് പറയാനല്ല പഠിപ്പിച്ചത്. എന്താ പഠിപ്പിച്ചത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു മാറ്റമോ ഒരു കഴിവോ ഒരു ശക്തിയോ ഇല്ല, അള്ളാഹിനെ കൊണ്ട് മാത്രമാണ് ഉള്ളത് എന്നുള്ള ആ ഒരു ബോധ്യം അത് ഉറക്കെ പ്രഖ്യാപിക്കണം. എന്റെ റബ്ബ് എനിക്ക് ആരോഗ്യം തന്നാലാണ് എനിക്ക് ഇത് സാധ്യമാവുക. അവിടെ ഞാൻ ഓക്കെയാണ്, പക്ഷെ റബ്ബ് എനിക്ക് എന്ത് ചെയ്യണം? മനസ്സുകൊണ്ട് ഒക്കെ ആയിട്ട് കാര്യമില്ല, എനിക്കൊരു കഴിവും പ്രാപ്തി അള്ള തരണം. അപ്പൊ 5 നേരവും നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുകയും അതോടൊപ്പം നമ്മുടെ ദുർബലത നാം സ്വയം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഒരു വിശ്വാസി പ്രവർത്തിക്കുക എന്നുള്ളത് അവന്റെ ഈമാനിന്റെ മാറ്റുകൂട്ടുന്ന ഒരു സംഗതിയാണ്. അതേപോലെ തന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു. ജാ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അല്ലിംനി ദുആഅൻ അഖൂലുഹു. നബിയോട് പറഞ്ഞു, നബി എനിക്ക് ഒരു പ്രാർത്ഥന, എനിക്ക് ചൊല്ലാൻ പറ്റുന്ന പറയാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന എനിക്ക് പഠിപ്പിച്ചു തരണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅല്ലമഹു കലിമാത്തിൽ ഹംദി വസ്സനാഇ അലല്ലാഹ്. അള്ളാഹുവിനെ സ്തുതിക്കുന്ന അള്ളാഹുവിനെ വാഴ്ത്തുന്ന വാക്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. വമിൻഹ, കൂട്ടത്തിൽപ്പെട്ടതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള വാക്യം. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഫഹഉല ഇല റബ്ബി ഫമാലി, ഇത് എന്റെ റബ്ബിന് വേണ്ടിയിട്ടുള്ളതാണ്, എനിക്ക് വേണ്ടി എന്താ ഉള്ളത്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, നീ പറയണം, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി. അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണം, എന്നോട് നീ കരുണ കാണിക്കണം, എനിക്ക് നീ നല്ല മാർഗം, ശരിയായ മാർഗം നീ കാണിച്ചു തരണം. വർസുഖ്നി, എനിക്ക് നീ ഉപജീവനം നൽകണം, എനിക്ക് വേണ്ടുന്നൊക്കെ നീ നൽകണം എന്ന് പറയുക. അപ്പൊ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്യത്തിന്റെ ശക്തി അത്രമാത്രമുണ്ട്. മാത്രമല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് വലിയൊരു പ്രഖ്യാപനവും കൂടിയാണ്, അതൊരു വലിയ അവലംബവും കൂടിയാണ്. കാരണം റബ്ബിലേക്ക്, ഏറ്റവും കഴിവുള്ള അള്ളാഹുവിലേക്ക് നമ്മൾ ബരമേൽപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഇദാ ഖറജ മിൻ ബൈതി, ഒരാൾ തന്റെ വീട്ടിൽ നിന്നും പുറത്ത് പോകുമ്പോൾ പറഞ്ഞു, ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ, തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല എന്ന വാക്യം പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ, യുഖാലു ലഹു കുഫീത വഉഖീത, അവനോട് പറയപ്പെടും, നിനക്ക് മതിയായി, നിനക്ക് എല്ലാം കൊണ്ട് തികഞ്ഞു ഇരിക്കുന്നു എന്ന് പറയൂലേ, ആ വാക്കാണ് കുഫീത, നിനക്ക് മതിയായിരിക്കുന്നു, വഉഖീത, നീ സുരക്ഷിതനാക്കപ്പെട്ടിരിക്കുന്നു, നിനക്ക് പ്രൊട്ടക്ഷൻ ലഭിച്ചിട്ടുണ്ട്, പിശാച് അതിൽ നിന്നും ഈ വാക്ക് കേൾക്കുന്നതോടുകൂടി അവൻ ഇന്ന് അകന്നു പോവുകയും ചെയ്യും. ഇപ്പോ നമ്മളുടെ ഏത് രംഗങ്ങളിലും അള്ളാഹുവുമായി കണക്ട് ചെയ്യുന്ന ഒരു സംഗതിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് അഹങ്കാരം തന്നെ ഉണ്ടാവില്ല, അല്ലെ? എന്റെ ഇതാണ്, എന്റെ മിടുക്കാണ് എന്ന തോന്നലുണ്ടാവില്ല. അതേപോലെ തന്നെ അള്ളാഹുവുമായിട്ടുള്ള ആ ഒരു ബന്ധം, ഒരു അലാഖത്ത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഇത്തരം വിറുതുകളിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ റബ്ബിലേക്ക് നമ്മൾ പരമാവധി അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് ആ ഒരു വിശ്വാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി തരും. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗവും കൂടിയുള്ള ഒരു മന്ത്രങ്ങളാണ്. നമുക്കറിയാം, ഓരോ ദിക്റുകളും അതിൻ്റെതായ പ്രത്യേക മഹത്വങ്ങളും പ്രത്യേകതകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ ദിക്റുകളിലൂടെ നമ്മൾ സ്ഥാപിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, അതായത് അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുകയും അവന്റെ കഴിവും ശക്തിയും ഒക്കെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആ അംഗീകാരത്തിൽ നിന്നുള്ള ദിക്റുകളാണ് വരേണ്ടുന്നത്. കേവലമായ ഇപ്പൊ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഒക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു വാക്യമായി മാറുന്ന ഒരു അവസ്ഥയല്ല ഉണ്ടാവേണ്ടുന്നത്. നേരെ മറിച്ച് അത് അറിഞ്ഞും ഉൾക്കൊണ്ടുകൊണ്ടും നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഉയർന്നു വരേണ്ടുന്ന ഒരു സംഗതിയാണ്. അത് ദുആകളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോ നമ്മുടെ ഉള്ളിൽ ആ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ ആ വിഷയത്തിൽ ദുർബലനെന്ന് ബോധ്യമുണ്ടായിരിക്കെ തന്നെ, ഇപ്പൊ അള്ളാഹുവേ എനിക്ക് കടമുണ്ട്, അല്ലെങ്കിൽ മറ്റു പ്രയാസമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ പറയുന്ന സമയത്ത് എനിക്ക് വിചാരിച്ച എനിക്ക് വീടാനൊക്കെ പറ്റും, പിന്നെ പടച്ചവനോടും കൂടി ഒന്ന് ചോദിക്കുകയാണ്, അങ്ങനെയൊന്നുമില്ലല്ലോ, എനിക്ക് സാധ്യമേ അല്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹിനെ കൊണ്ടേ എന്തും സാധ്യമാവും എന്ന വിശ്വാസത്തിലും ബോധ്യത്തിലും നിന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്. അള്ളാഹു, ഞാൻ ദുർബലനാണ്, എനിക്ക് സാധ്യമല്ല, നിന്നെ കൊണ്ടല്ലാതെ ഒരു കഴിവും ഒരു നന്മ ചെയ്യാനോ ഒരു കാര്യം കരസ്ഥമാക്കാനുള്ള കഴിവും പ്രാപ്തിയോ ഒരു വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാനോ ഒഴിവാകാൻ. ഇപ്പൊ നമുക്കറിയാം, ലാ ഹൗല എന്നുള്ള വാക്ക് വല്ലാത്തൊരു വാക്കാണ്.
അതായത് തനിക്കെതിരെ വരുന്ന ഏത് തരത്തിലുള്ള സംഗതികളിൽ നിന്നും ഒഴിവായി നിൽക്കാൻ നമുക്ക് സാധിക്കൂല. അള്ളാഹിനെ കൊണ്ടേ പറ്റുള്ളൂ. അള്ളാഹു മുഖേന നമുക്ക് സാധ്യമാവുന്നതാണ്. ഒരു അപകടം വരുന്നു, ആ അപകടത്തിൽ നിന്നും ഒഴിവായി നിൽക്കാൻ റബ്ബിന്റെ ആ മശീഅത്തോടു കൂടിയേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അള്ളാഹു താല തന്ന കഴിവിലൂടെ നമുക്ക് സാധ്യമാവുള്ളൂ. നമ്മൾ അത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും ചിലപ്പോൾ പറ്റണമെന്നില്ല. ചിലപ്പോൾ അതിനകത്ത് പെടേണ്ടതാണെങ്കിൽ പെട്ടുപോകും. അതേപോലെ തന്നെയാണ് ഒരു നന്മ കരസ്ഥമാക്കുന്ന വിഷയത്തിലുള്ള കഴിവും ശക്തിയും എന്നുള്ളത്. അതാണ് ആ പ്രയോഗം അങ്ങനെയാണ്. അതായത് ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാനോ ഒരു കാര്യം നേടിയെടുക്കാനുള്ള കഴിവോ ഒരിൽ നിന്ന് മാറി നിൽക്കാനുള്ള ശക്തിയോ ഒരു കാര്യം നേടിയെടുക്കാനുള്ള കഴിവോ ഒന്നും നമുക്കില്ല എന്നുള്ള ആ ഒരു പ്രഖ്യാപനത്തിലൂടെയാണ് പ്രാർത്ഥനകൾ വരേണ്ടുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ദുർബലരാണ് എന്ന് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്റെ റബ്ബ് എന്നുള്ള തിരിച്ചറിവും കൂടി ഉണ്ടാവും അല്ലെ? പ്രാർത്ഥനയിൽ അതാണ്. ഇതിനൊക്കെ എല്ലാത്തിനും കഴിവുള്ളവൻ എന്റെ റബ്ബാണ് എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടാകും. അത് തന്നെയാണ് അതായത് യഹ്യ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഒരു മകനെ നൽകുന്നുണ്ട്. അവിടെ മോനെ തരാം എന്ന് പറയുന്ന സമയത്ത് സക്കരിയ നബി പറയുന്നുണ്ട്, എങ്ങനെയാണ് റബ്ബെ ഉണ്ടാവുക, എങ്ങനെയാണ് അത് ഒരു സാധ്യമാവുക എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ആ സമയത്ത് അള്ളാഹു താല പറയുന്നുണ്ട്, കാലക്കദാലിക്, അത് അപ്രകാരമാണ് അല്ലെ, അലയ്യ ഹയ്യിൻ, എന്റെ മേൽ എനിക്കത് സിമ്പിളാണ്. അള്ളാഹ് പറയാണ്, വഖദ് ഖലഖതുക മിൻ ഖബ്ലു വലം തകു ഷൈഅ, നീ ഒന്നുമല്ലാതിരുന്നിടത്ത് നിന്ന് നിന്നെ സൃഷ്ടിച്ചവനാണ് ഞാൻ. നീ ഒന്നുമല്ലായിരുന്നു, ഒരു വസ്തുവല്ല, ഒരു സംഗതി അല്ലാത്തിടത്ത് നിന്ന് സൃഷ്ടിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിതൊക്കെ കഴിവുള്ളവനാണ്. ഇത് തന്നെയാണ് മറിയമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലെ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലക്ക് വന്നുകൊണ്ട് മറിയമിനോട് സംസാരിക്കുന്ന സമയത്ത് മനുഷ്യൻ രൂപത്തിൽ വരുമ്പോ ഇതെങ്ങനെ സാധ്യമാകും? അപ്പൊ പറയുന്നുണ്ട്, നിന്റെ റബ്ബിന് വളരെ എളുപ്പമാണ് അല്ലെ, അള്ളാഹു താലായ്ക്ക് അവന് ഏറ്റവും ഈസിയാണ്, സിമ്പിൾ ആണ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പൊ ഇത് സാധ്യമല്ല എന്ന സ്ഥലത്ത് നിന്ന് മാറി എനിക്ക് സാധ്യമല്ല, പക്ഷെ എന്റെ റബ്ബിന് സാധ്യമാണ്, എനിക്ക് സാധ്യമാകാത്തതെല്ലാം തന്നെ സാധ്യമാക്കി തരാൻ പറ്റുന്ന ഒരു റബ്ബ് എന്റെ കൂടെയുണ്ട് എന്ന ഒരു വലിയ വിശ്വാസമാണ് നമുക്ക് നൽകുന്ന ഒരു ധൈര്യവും സ്ഥൈര്യവും. അവിടെ നിന്നാണ് കുഫീത വുഖീത എന്ന വാക്കൊക്കെ പ്രയോഗവൽക്കരിക്കുമ്പോൾ നമുക്ക് ആ പ്രൊട്ടക്ഷൻ ശരിക്കും ലഭ്യമാവുന്നത് എന്നുള്ളതാണ്. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരു തരത്തിലുള്ള അരക്ഷിതാവസ്ഥയും തോന്നില്ല. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. ചില ആളുകളുണ്ട്, അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എങ്ങനെ അങ്ങോട്ട് പോവാണ്. അപ്പൊ ഉള്ളില് ചിലർ പറയും, എന്റെ മനസ്സിങ്ങനെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, എന്തൊക്കെയോ ആവാൻ പോകുന്നു. വെറുതെ ഇരുന്ന് ആലോചിക്കുന്നവരുണ്ട്. അങ്ങനെ ഓവർ തിങ്കിങ് എന്നാണ് അതിന് പറയുക അല്ലെ. വെറുതെ ഇരുന്ന് കൂടുതൽ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്ന മനുഷ്യരുടെ ഒന്നും ആലോചിക്കേണ്ടതില്ല. നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ചിന്തയും, നമ്മൾ ദുർബലരാണ് എന്ന ബോധ്യത്തോടൊപ്പം എല്ലാത്തിനും കഴിവുള്ള ഒരു റബ്ബ് ഉണ്ട്, അവനോട് ഞാൻ ചോദിക്കും, അവൻ എനിക്ക് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവനാകട്ടെ എന്നോട് ഏറ്റവും സമീപസ്ഥനാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഫഇനി ഖരീബ് അല്ലെ, വൈദാ സഅലക ഇബാദി അന്നി, എന്നെ കുറിച്ച് എന്റെ അടിമകൾ ചോദിച്ചാൽ നബിയെ പറഞ്ഞു കൊടുക്കണം. ഫൈനി ഖരീബ്, ഞാൻ അടുത്തുണ്ട് അല്ലെ. ഉജീബ് ദഅവത ദാഇ ഇദാ ദാൻ, വിളിക്കുന്ന ആളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട്, ഞാൻ ഒപ്പമുണ്ട് എന്നാണ് എല്ലാവരോടും പറഞ്ഞു കൊടുക്കേണ്ടത്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങളോടൊപ്പം നിങ്ങളുടെ റബ്ബുണ്ട്, നമ്മളോടൊപ്പം നമ്മുടെ റബ്ബുണ്ട്, എന്റെ കൂടെ അല്ലെ. ആ വാക്കൊന്ന് നോക്കിയേ, ഫഇന്നി ഖരീബ്, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ ആ റബ്ബിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ദിക്ർ കടന്നു വരുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇത് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. ആ പറയുന്ന സന്ദർഭത്തിൽ ഇപ്പൊ നമ്മൾ 5 നേരം എന്തായാലും നമ്മൾ സുന്നത്ത് എന്ന നിലയിൽ അത് നമ്മൾ കൃത്യമായി നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതേപോലെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് യാത്ര പുറപ്പെടുമ്പോഴും നമ്മൾ പറയുന്ന ഒരു പ്രാർത്ഥനയാണെന്ത്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മുടെ കുട്ടികളോടൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കണം. നമുക്കറിയാം, ഇപ്പോ പാരന്റ്സിന് ഭയങ്കര പേടിയാണ്. പുറത്തു പോയി കഴിയുമ്പോൾ കുഞ്ഞുങ്ങള് വേണ്ടാത്തതിൽ പോവോ, അതിൽ പെടുവോ, ഇതിൽ പെടുവോ എന്നൊക്കെ ഉള്ള പേടിയുണ്ട്. മക്കൾക്ക് ഇതിന്റെ ആശയം പഠിപ്പിച്ചു കൊടുക്കുക, അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കുക.
തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും മക്കൾക്ക്. അത് നമ്മുടെ ഒരു വിശ്വാസമാക്കി അവരുടെ ഉള്ളിലുണ്ടാണ്. ഇത് ചൊല്ലിയാല് റബ്ബിന്റെ അടുത്ത് നിന്നുള്ള പ്രൊട്ടക്ഷൻ ഉറപ്പാണ് എന്നുള്ള ബോധ്യം നമ്മുടെ കുട്ടികൾക്കും കൊടുക്കണം. ആ ഒരു റബ്ബിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ കുട്ടികളുടെ ഉള്ളിലുണ്ടാകും. ആ ഒരു ദൃഢത നൽകിക്കൊണ്ട്, ആ വിശ്വാസം നൽകിക്കൊണ്ട് മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ സാധ്യമാവട്ടെ. അതേപോലെ നമുക്കും ആ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകാൻ ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ നന്നായി മുന്നോട്ട് പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ദിക്റുകളായാലും ദുആകളായാലും അതിന്റെ ആശയവും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടാണ്, അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാവുക. ഭയങ്കര കാംനെസ് നമ്മുടെ മനസ്സിന് വല്ലാണ്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, സ്മരണ എന്നുള്ളത്. മാത്രമല്ല അള്ളാഹ് നമ്മളെ കുറിച്ച് ഓർക്കും. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ്. അപ്പൊ ഈ ദിക്റുകളൊക്കെ ചൊല്ലുമ്പോഴും അള്ളാഹുവിനെ ഓർക്കലാണ് അവിടെ നടക്കുന്നത്. അള്ളാഹു തആല നമ്മളെ ഓർക്കും. വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം, നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. അള്ളാഹിനെ ഓർക്കാതെ ഒരു നിമിഷവും നമുക്ക് കടന്നു പോകാൻ പറ്റില്ല, അല്ലെ? ഒന്ന് എഴുന്നേറ്റ് നിന്ന ഒരു കാര്യം ചെയ്യാനോ ഒരു കാര്യം എടുക്കാനോ ഒക്കെ പ്രാപ്തി റബ്ബ് തരണം. ഈ ദിക്ർ അതാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹിനെ കൊണ്ടല്ലാതെ അത് സാധ്യമല്ല എന്ന ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ആ ബോധ്യം അത് തീർച്ചയായിട്ടും അള്ളാഹുലേക്ക് നമ്മളെ അടുപ്പിക്കും. അള്ളാഹു തആല സമാധാനത്തോടെ, മനസമാധാനത്തോടെ ജീവിച്ചു അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.